സൂര്യ ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സെല്ലുലോയിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. കർണിക എന്ന് പറയുന്ന സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് അതിൻ്റെ കാസ്റ്റ് ആൻഡ് ക്രൂ എന്നോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ എപ്പിസോഡിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ആക്ട്രസ് ആയിട്ടുള്ള പ്രിയങ്ക ചേച്ചി ആൻഡ് ദ പ്രൊഡ്യൂസർ ഡയറക്ടർ സോഹൻ റോയ് സർ ആൻഡ് ദ ഡയറക്ടർ ഓഫ് കർണിക അരുൺ എംപാല. ഹലോ, അടുത്തിരിക്കുന്നത് അരുണായതുകൊണ്ട് അരുണിനൊരു ഹായ്. ഓക്കെ, അപ്പോൾ പ്രിയങ്ക ചേച്ചിയുടെ ഞാൻ കുറച്ച് നാളുകളായി ഒന്ന് ഇൻ്റർവ്യൂ എടുത്തിട്ട് ഈവൻ ദോ കുറച്ച് സിനിമകൾ ഈ ഇടയിൽ ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും അപ്പോൾ ഇപ്പോൾ ഒരു ഹൊറർ ത്രില്ലർ സബ്ജക്റ്റായിട്ട് വരികയാണ്. ഈ ഇൻവെസ്റ്റിഗേഷൻ അതുപോലെ തന്നെ ഹൊറർ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ളൊരു അതും ഇന്നത്തെ കാലത്തെ ഒരു ഹൊററാണ് കാണിക്കുന്നത്. വിച്ച് മീൻസ് അത് ലോജിക്കുമായിട്ടും കൂടെ ഒന്ന് മാച്ച് ആകണം എന്നുള്ളത്. അപ്പം എന്താണ് കർണിക പ്രേക്ഷകർക്കായിട്ട് തരണ്ടാവുക? കർണിക ബേസിക്കലി ഒരു ത്രില്ലർ ഫിലിമാണ്, സസ്പെൻസ് ത്രില്ലർ. അതിനകത്തോട് നമ്മൾ കുറച്ച് ഹൊറർ, കുറച്ച് മിസ്റ്ററി, കുറച്ച് ഫാൻറ്റസി എല്ലാം മിക്സ് ചെയ്തിട്ട് ഇതാക്കിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഹൊറർ ആൾക്കാരെ പേടിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല, അത് ലോജിക്കും വേണം എന്ന കൺസെപ്റ്റ് വെച്ചിട്ട് അത് ആ പേടിപ്പിക്കുന്നതിനകത്തൊക്കെ ഒരു കാരണമുണ്ട്. അപ്പം അതൊക്കെ കഥയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഒരു ക്യാരക്ടർ ബേസ് ആണ്. കർണിക എന്നൊരു ക്യാരക്ടറാണ്. അപ്പോൾ ആ ക്യാരക്ടറിനെ ബേസ് ചെയ്താണ് കഥ പോകുന്നത്. പിന്നെ അത് 2 types ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഫോളോ ചെയ്യുന്നുണ്ട്. ഒന്നൊരു പോലീസ് ഇൻവെസ്റ്റിഗേഷനും പിന്നെ വേറൊരു ഇൻവെസ്റ്റിഗേഷൻ. അത് പടത്തിൽ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ആ ഒരു ജേണിയാണ് ഈ പടം എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക് എൻഡിലും അതേപോലെ തന്നെ പ്രിയങ്ക ചേച്ചി അത് കുറച്ച് ആൾക്കാരല്ലാതെ ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുന്നവരൊക്കെ ഫ്രഷേഴ്സാണ്, ന്യൂ കമ്മേഴ്സാണ്, വേറൊരു പ്രൊഫഷനിൽ നിന്ന് വന്നവരാണ്. അപ്പം സിനിമ എന്ന് പറയുന്ന ഒരു വലിയ സ്വപ്നം ആയിട്ട് നടക്കുന്ന ഒരുപാട് ആൾക്കാരെ ഹെൽപ്പ് ഔട്ട് ചെയ്യാൻ കൂടിയിട്ടാണ് സോഹൻ റോയ് സാറിനെ പോലെ ഇത്രയും വലിയൊരു ആളിങ്ങനെ ഒരു മൂവി ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പം ഇതിന് പുറകിലുള്ളൊരു ഐഡിയോളജിയെ പറ്റി ഒന്ന് പറയൂ സാർ. നമുക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക ജീവിതത്തിൽ. എനിക്ക് സന്തോഷം കിട്ടുന്നത് എന്താണ്, തുടക്കക്കാരെ കൈപിടിച്ച് കയറ്റുമ്പോൾ കിട്ടുന്ന സന്തോഷമാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. അതുകൊണ്ട് തന്നെയാണ് അരുൺ എൻ്റെ അടുത്തൊരു ഷോർട്ട് ഫിലിമുമായിട്ടാണ് ആക്ച്വലി വരുന്നത്. കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ടാലൻ്റ് എന്ന് പറഞ്ഞ സാധനം നമുക്ക് വലിയൊരു സിനിമയൊന്നും ചെയ്യേണ്ട, ഒരു ഷോർട്ട് ഫിലിം ചെയ്യുമ്പോൾ നമുക്കറിയാം ബിക്കോസ് ടാലൻറ്റ് കനോട്ട് ബി ഇൻജെക്റ്റഡ്. അതുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചറിയാം ഒരു ചെറിയ കുറച്ച് മിനിറ്റ്സ് മതി. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു ഇത് ഷോർട്ട് ഫിലിം ഒതുക്കേണ്ട കാര്യമല്ല, നിങ്ങൾക്ക് കഴിവുണ്ട്, മേക്ക് ഇറ്റ് ആസ് എ ഹോൾ മൂവി. അങ്ങനെ തുടങ്ങിയ പ്രോജക്റ്റാണ്. അവർ നന്നായിട്ട് അത് ചെയ്തിട്ടുണ്ട്. അതിൽ വളരെ സന്തോഷമുണ്ട്. കാര്യം നമ്മൾ റിസ്ക് എടുത്ത് ഒരു കാര്യം ഒരാളെ ഏൽപ്പിക്കുമ്പോൾ അവർ നല്ലൊരു പ്രോഡക്റ്റായിട്ട് വരുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം. അതൊരു 100% അതിനകത്ത് ജസ്റ്റിസ് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഒരു പാരാസൈക്കോളജി എന്നൊക്കെ വേണേൽ പറയാം. ഇതിനകത്ത് റിയാലിറ്റി, ഇപ്പം ഒരു ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുമ്പോൾ റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അവിടേക്ക് ഈ ഹൊറർ നമ്മൾ കൊണ്ടുപോകുമ്പോൾ ഇത് രണ്ടും കൂടെ ഒരിക്കലും മാച്ച് ആവാതെ വരുന്നൊരു കാര്യമാണ്. ഇതിനെ രണ്ടിനെയും കൂടെ ക്ലബ് ചെയ്യുന്ന രീതി. അതുകൊണ്ടാണ് ഈ ഒരു ചില മൂവീസ് അധികം വരാത്തത്. അപ്പോൾ അധികമല്ല, എനിക്ക് തോന്നുന്നു എൻ്റെ അറിവിൽ ഇതുവരെ വന്നിട്ടില്ല അങ്ങനെ ഒരു സിനിമ. അപ്പോൾ ഇതിൽ നന്നായിട്ടത് അവർ ക്ലബ് ചെയ്തിട്ടുണ്ട്. കാണുന്ന ഒരാൾക്കും അത് എന്ത് സിനിമയാണെന്ന് ഒരിക്കലും തോന്നില്ല. അപ്പോൾ അത് തന്നെയാണ് ഈ സിനിമയുടെ പ്രത്യേകത. യെസ്, അതിൻ്റെ ട്രെയിലർ കണ്ടപ്പോഴായാലും ഒരുപാട് പുതുമുഖങ്ങളും അതുപോലെ തന്നെ ന്യൂ കമ്മേഴ്സ് ചേർന്ന് ഒരിക്കലും ഫിലിമല്ല. അതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ ആ ഒരു ക്വാളിറ്റി നമുക്ക് തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി എന്ന് പറയുന്നത് ഒരു പാൻ ഇന്ത്യൻ ആക്ട്രസ് ആണ്. സൗത്ത് ഇന്ത്യയിലും ഒരുപാട് ലാംഗ്വേജസിൽ അഭിനയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പം പുതുമുഖങ്ങളുടെ കൂടെയും അതുപോലെ തന്നെ ആദ്യമായിട്ട് സിനിമ സ്വപ്നം കണ്ട് ബിഹൈൻഡ് ദ ക്യാമ്പ് വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ കൂടെയൊക്കെ ക്ലബ് ചെയ്തപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? റീല് ചെയ്യുമ്പോൾ ഞാനൊരു പുതുമുഖമായിരുന്നു. അപ്പോൾ ആരും അവിടെ വർക്ക് ചെയ്തതെന്ന് പറഞ്ഞാൽ ശങ്കർ സാറിൻ്റെ പ്രൊഡക്ഷൻ, വസന്ത് ബാലൻ, അപ്പോൾ എല്ലാവരും അങ്ങനെയുള്ള. അപ്പോൾ ഒരിക്കലും ഞാൻ ഒരു പുതുമുഖത്തിന് എന്തിനു വെക്കണമെന്ന് അവരാരും ചിന്തിച്ചില്ല അന്ന് ഞാൻ. അപ്പോൾ അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്കത് തന്നതുകൊണ്ട്, അല്ലെങ്കിൽ എന്നെ അവിടേക്ക് കാസ്റ്റ് ചെയ്തതുകൊണ്ടാണ് ഞാനിപ്പോൾ കുറേ സിനിമകൾ ചെയ്തിട്ട് എനിക്കിവിടെ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ആ ഒരു ഓപ്പർച്യൂണിറ്റി എല്ലാവരും ഒത്തിരി നമ്മുടെ ചുറ്റിനുള്ളവർ ഒരുപാട് പേര് അത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അരുൺ സാറിൻ്റെ അടുത്ത് വന്നിട്ട് ആ ഒരു ഷോർട്ട് ഫിലിമുമായിട്ട് വരുമ്പോഴത്തേക്ക് ആ ഒരു ഷോർട്ട് ഫിലിമിന് അതിൻ്റേതായൊരു ക്വാളിറ്റി ഉണ്ട്. നല്ലൊരു കഥയായിരുന്നു. അരുണിൻ്റെ എടുത്തു പറയേണ്ടത് അരുണിൻ്റെ മ്യൂസിക് ഗംഭീരം, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ അധികം പാട്ടുകളുണ്ട്. അതിലൊരു പാട്ട് സാർ എഴുതിയിട്ടുണ്ട് അത്രയും. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാനന്ന് പിന്നെ സാറിൻ്റെ വീട്ടിലാണ് എന്നെ സാറ് ആ ഷോർട്ട് ഫിലിം എന്നെ കാണിക്കുന്നതും പാട്ടുകൾ കേൾപ്പിക്കുമ്പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ ഒരു നല്ലൊരു കാര്യമാണ് സാറിവിടെ ചെയ്യാൻ ഉദ്ദേശിച്ചത്. കാര്യം സിനിമയെ ഭയങ്കര സ്വപ്നം കാണുന്ന, അത്രയും പാഷനേറ്റ് ആയിട്ട് വരുന്ന പല മേഖലകളിൽ നിന്നുള്ള ആൾക്കാരാണ്.
അങ്ങനെയുള്ള ആൾക്കാർ സിനിമയുമായിട്ട് മുന്നോട്ട് വരുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് സാർ എടുക്കുന്ന ആ ഒരു ഇനിഷ്യേറ്റീവ് അതൊരു വളരെ വലിയ കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ആ ജേണിയുടെ കൂടെ ഞാനും കൂടി എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും അത് ആ ഒരു സിനിമ ആ ഒരു കഥയാണെങ്കിലും അത്രയും നല്ലതായതുകൊണ്ട് അതൊരു ക്വാളിറ്റി ആയിട്ട് വരും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് അതിൻ്റെ ഭാഗമായിട്ട്. വളരെ ഞാനിതുവരെ ചെയ്യാത്തൊരു ജോണറാണ്. വളരെ മനോഹരമായിട്ട് തന്നെ ഇവരെല്ലാവരും ചേർന്നുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും ചേർന്നുകൊണ്ട് തന്നെ വളരെ മനോഹരമായിട്ട് തന്നെ അതിനെ ചെയ്തെടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. യെസ്. പ്രിയങ്ക ചേച്ചി ഇപ്പോൾ കർണികയിലെ ഒരു മെയിൻ ക്യാരക്ടർ പ്ലേ ചെയ്യുന്നു എന്ന് പറയുന്നത് പ്രേക്ഷകർക്ക് ഈ സിനിമ തിയേറ്ററിൽ പോയിട്ട് കാണാനായിട്ടുള്ള വൺ ഓഫ് ദ റീസൺ ആണ്. ബിക്കോസ് ചേച്ചി ഇപ്പോൾ ലേറ്റ്ലി തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്ന ക്യാരക്ടേഴ്സ് അത്രയും പെർഫോം ചെയ്യാനായിട്ട് പൊട്ടൻഷ്യൽ ഉള്ള ക്യാരക്ടേഴ്സാണ്. ലൈക്ക് ഹോം എടുത്ത് നോക്കിക്കോ, കടുവ, വരാൽ, അതുപോലെ തന്നെ 12th മാൻ അല്ലേ. അപ്പം അങ്ങനെയുള്ള സിനിമകളിലൊക്കെ ചേച്ചിക്ക് നല്ലപോലെ പെർഫോം ചെയ്യാനുള്ള കഥാപാത്രം, അതുപോലെ ഓഡിയൻസിനെ അത്രയും എൻ്റർടൈൻ ചെയ്യുന്ന കഥാപാത്രങ്ങളാണ് ചേച്ചി ചെയ്യുന്നത്. ചേച്ചി എന്നാ ഞാനൊക്കെ പറയുമ്പോൾ ഒരു റിയാക്ഷൻ ഇല്ലാതിരിക്കുന്നത്? ഇല്ല, ഞാൻ കേട്ടോണ്ടിരിക്കണ്ട. ഓക്കെ. അപ്പം അല്ല, അതെന്താണെന്നറിയോ, ഞാനിങ്ങനെ മിണ്ടാതിരുന്നത് ഹോമിൽ എനിക്കുള്ളത് സ്ക്രീൻ സ്പേസ് വളരെ കുറവാണ്. കടുവയിലെന്ന് പറയുന്നത് കൈൻഡ് ഓഫ് ഒരു ഗസ്റ്റ് അപ്പിയറൻസ് പോലൊരു റോളായിരുന്നു. വരാലും അതുപോലെ ആയിരുന്നു. അപ്പോൾ ഒരുപക്ഷെ ഞാൻ അതിനു മുന്നേ ഈ പറഞ്ഞുള്ള ത്രൂ ഔട്ട് ഭയങ്കര പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സിനിമകൾ ചെയ്ത് സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നൊരാളാണ്. അപ്പോൾ താരതമ്യേന ഞാൻ ചെയ്തതിൽ ഏറ്റവും വളരെ സ്ക്രീൻ സ്പേസ് കുറഞ്ഞ് പെർഫോമൻസിന് സാധ്യത വളരെ കുറഞ്ഞ റോൾസ് ആയിരുന്നു ചെയ്തത്. അപ്പോൾ എനിക്കത് രണ്ടും കൂടെ കണക്ട് ആയില്ല. പക്ഷെ ഇത് വളരെ പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. പക്ഷെ ഹോമിൽ ആ ഒരു കുറച്ച് സ്ക്രീൻ സ്പേസ് വളരെ വളരെ അധികം തീർച്ചയായും അല്ലേ. ഇല്ല, ഇത് നിങ്ങൾ ആദ്യം കാണാതെ സിനിമയുണ്ട്, ജലം എന്ന് പറയുന്ന സിനിമയുണ്ട്. ജലം കണ്ടാൽ മതി പ്രിയങ്ക എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അത് മലയാളത്തിൽ എനിക്ക് തോന്നുന്നില്ല അടുത്ത കാലത്തെങ്കിലും ഏതെങ്കിലും ഒരു നടിക്ക് അത്രയും നല്ലൊരു റോള് കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും. അതില് കരിയറിൽ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടതും ഞാൻ ചെയ്തിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് റോൾസിലൊന്ന് ജലമാണ്. അത് സാറ് പ്രൊഡ്യൂസ് ചെയ്ത സിനിമയാണ്. പപ്പേട്ടൻ പത്മകുമാറാണ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. ഞാനത് ചേച്ചി ഇതിനു മുമ്പ് ഒരു ടോക്കിൽ പറയുന്ന കേട്ടിട്ടുണ്ട്, സീതാലക്ഷ്മി റിമൈൻസ് ടു ബി മൈ ഫേവറേറ്റ് ക്യാരക്ടർ എന്ന്. അതൊക്കെ മറന്നുപോയി. അതെല്ലാം ഞാൻ റീസെന്റ് എടുത്ത റോൾസിനെ പറ്റി ഞാൻ പറഞ്ഞത്. എല്ലാ സിനിമകളും നമുക്ക് ഒരുപാട് പ്രിയപ്പെട്ടാണ്. ഞാൻ ചെയ്യുന്ന എല്ലാ സിനിമകളും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ചെയ്യുന്ന ഒരാളാണ്. അല്ലാതെ എന്നെ അടിച്ചേൽപ്പിച്ചിട്ടല്ല ആരും സിനിമ ചെയ്യണം. ഞാൻ ഇഷ്ടപ്പെട്ട് അങ്ങനെ ഒരു ടീമിൻ്റെ കൂടെ ആ കഥാപാത്രം ഇഷ്ടപ്പെട്ട് തന്നെയാണ് ചെയ്യുന്നത്. അല്ലാതെ വേറെ ഒന്നുമല്ല. അപ്പൊ റോള് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും, റോൾ ചെറുതോ വലുതോ സ്ക്രീൻ സ്പേസ് ചെറുതോ വലുതോ എന്നുള്ളതല്ല. ഈ പറഞ്ഞ പോലെ നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന എന്തോ ഒരു സാധനം അതിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സിനിമ ചെയ്യും. മേഡത്തിൻ്റെ ആക്ടിങ് നമ്മൾ കണ്ട് ആദ്യമായിട്ട് ആർട്ടിസ്റ്റ് ഞാൻ ചെയ്യുന്നത് തന്നെ. മേഡത്തെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒത്തിരി കാര്യത്തില്ല, സീന് ലിസറിന് ഉപയോഗിക്കത്തില്ല. അത് വല്ലാത്തൊരു അനുഭവമായിരുന്നു എനിക്ക്. മേഡം അതിനെ കഥ പറഞ്ഞു, ഞാൻ പിടിച്ചോളാന്ന് പറയും. ഇങ്ങനെ അല്ലെങ്കിൽ എൻ്റെ പാട്ട് ഞാൻ പ്ലേ ചെയ്യും. ഒരു പാട്ട് മേഡത്തിന് ഇഷ്ടപ്പെട്ട ഒരു പാട്ടുണ്ട്, അത് ഞാൻ പ്ലേ ചെയ്യുമ്പോഴത്തേനും മേഡം ഇങ്ങനെ കണ്ണു തരുമ്പോഴത്തേനും അവർക്ക് ആക്ഷൻ പറയണം പറയും. അതേത് സോങ് ആണ്? അത് നമ്മൾ റിലീസ് ആകാൻ പോകുന്നതേ ഉള്ളൂ. ഓ, ആ പാട്ട് കേൾക്കുമ്പോൾ ചേച്ചിയുടെ കണ്ണു അല്ല, അത് ആ കഥയുമായിട്ട് കണക്റ്റഡ് ആണ്, അതിൻ്റെ ആ സീക്വൻസുമായിട്ട് കണക്റ്റഡ് ആയിട്ട്. അപ്പോൾ നമുക്ക് ആ ഇമോഷൻ ഇങ്ങനെ അതിൻ്റെ വരികളാണെങ്കിലും എല്ലാം നമുക്ക് ആ സീൻ, ആ പാട്ട് കേട്ടിട്ട് കരച്ചിൽ വരുന്നതല്ല, അത് ആ സീൻസുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പം നമ്മൾ ആ ഇമോഷൻ അതിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും കണ്ണുനീര് വരും എന്ന്. ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് അതിനുള്ള ഉത്തരം എനിക്ക് ഇവിടെ നിന്ന് തന്നു കഴിഞ്ഞു. അതായത് ചേച്ചി ഓരോ സിനിമ സെലക്ട് ചെയ്യുമ്പോഴും ആൾക്കാർ ലൈക്ക് ദർ ഇസ് സംതിങ് ഇൻ ഇറ്റ് പ്രിയങ്ക സെലക്ട് ചെയ്തിട്ട്. കാരണം ഞാനിപ്പോൾ ഈ പറഞ്ഞ ഫിലിംസ് എല്ലാം കൊമേഴ്ഷ്യലി ഭയങ്കര ഹിറ്റ് വാല്യൂ ഉള്ള സിനിമകൾ തന്നെയാണ്. തീർച്ചയായിട്ടും അല്ലേ? അപ്പം കർണികയും തീർച്ചയായിട്ടും അതുപോലെ ഒരു സിനിമയാകും. അതുകൊണ്ടാണ് ചേച്ചി ഈ ഒരു ക്യാരക്ടർ ചൂസ് ചെയ്യാനും നിങ്ങൾ ചേച്ചി ഓപ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു റീസൺ അതാണോ സാർ? ലൈക്ക് സീതാലക്ഷ്മി ഒക്കെ ആയിരുന്നു മനസ്സിലൂടെ പോയത് ഈ ഒരു കഥാപാത്രത്തിൽ? പ്രിയങ്കയുടെ അഭിനയം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. ഞാൻ 2010 ഡാം 999 പ്ലാൻ ചെയ്യുമ്പോൾ എൻ്റെ സിനിമയിൽ നായികയായിട്ട് 3 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിൽ ഒന്ന് പ്രിയങ്കയാണ്. ആക്ച്വലി എന്നെക്കാളും പ്രിയങ്ക ഇഷ്ടപ്പെട്ട എൻ്റെ വൈഫിനാണ്. ആക്ച്വലി വൈഫാണ് പറഞ്ഞത് ഈ നടി ഏറ്റവും നല്ലതാണ്, സ്യൂട്ടബിളാണ് ഈ ക്യാരക്ടറിന്. അപ്പോൾ പക്ഷേ അന്ന് പ്രിയങ്കയ്ക്ക് അതിൽ അഭിനയിക്കാൻ പറ്റില്ല, വേറൊരു ആക്ട്രസ്സാണ് വന്നത്. പക്ഷേ അന്നോട്ട് ഞങ്ങളുടെ ഇങ്ങനെ ഹിറ്റ് ലിസ്റ്റിനകത്തുണ്ട്. അപ്പം അങ്ങനെ വന്നപ്പോഴാണ് പിന്നെ ജലത്തിലൂടെ ഞങ്ങളുടെ ഒരു ഭാഗമാവുന്നത്. പിന്നെ ഈ ഒരു സിനിമ വന്നപ്പോഴത്തേക്ക് പിന്നെ ഞങ്ങൾക്ക് വേറെ രണ്ടാമതൊരു ചോയ്സ് ഇല്ലായിരുന്നു, പ്രിയങ്കയിലേക്ക് പോയി. അതുപോലെ എനിക്ക് ജലത്തിൽ അതിനേക്കാളേറെ അത് തമിഴിലേക്ക് ഡബ് ചെയ്തപ്പം ആക്ച്വലി മലയാളത്തിനേക്കാളും നന്നായി തമിഴ് വേഷമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ആക്ച്വലി. അപ്പം പ്രിയങ്ക അതുകൊണ്ട് മലയാളത്തിലും തമിഴിലും ഒരുപോലെ പെർഫോം ചെയ്യാവുന്ന ഒരു ക്യാരക്ടറാണ്. അത് എസ്പെഷ്യലി ഈ ഒരു കർണികയുടെ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഒതുങ്ങേണ്ട ഒരു സബ്ജക്റ്റേ അല്ല. കാര്യം ഈ ഒരു ജനസിലൊരു മൂവിക്ക് ഏത് ലാംഗ്വേജിൽ വേണമെങ്കിലും പോകാൻ പറ്റും. അപ്പം തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് കർണിക വിൽ ക്രോസ് ഓൾ ദ ബോർഡേഴ്സ്.
വാവ് ലെറ്റ് ഇറ്റ് കർണിക ലെറ്റ് ഇറ്റ് ക്രോസ് ദ ബോർഡർ എന്ന് നമ്മൾ പറയുമ്പോൾ ഇത് നമ്മൾ മലയാളികളുടെ എല്ലാവരുടെയും ഒരു ആവശ്യമായിട്ട് വരും. കാരണം ഇത് തിയേറ്ററിൽ റിലീസ് ചെയ്തിട്ടുള്ള പ്രോഫിറ്റ് പ്യോർലി വയനാട്ടിലേക്ക് അല്ലെ ആ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റിലേക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ്. ദാറ്റ്സ് എ ഗ്രേറ്റ് മൂവ് സർ. അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം വന്നത്? ഇല്ല, ഞങ്ങൾ കുറേ വർഷമായിട്ട് എല്ലാ വർഷവും ഒരു ചാരിറ്റി മൂവി ചെയ്യും. ജനവും അങ്ങനെ ഒരു ചാരിറ്റി മൂവി ആയിരുന്നു. കാര്യം നമ്മൾ ചാരിറ്റിക്ക് നേരെ കൊണ്ട് പണം കൊടുക്കുന്നതിന് പകരം ഒരു സിനിമ ചെയ്യുക. സിനിമയ്ക്കകത്ത് ആക്ച്വലി ഈ നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാതെ പോകുന്ന കുറേ കലാകാരന്മാരുണ്ടല്ലോ, അവർ സ്റ്റാർവ് ചെയ്യില്ലേ. അപ്പോൾ അവരെ ആദ്യം സാറ്റിസ്ഫൈ ചെയ്യുക, അതിലൂടെ എന്ത് കിട്ടിയാലും ചാരിറ്റിക്ക് വേണ്ടി കൊടുക്കുക. ആ ഒരു കൺസെപ്റ്റാണ്. സിനിമയെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നു, പ്രേക്ഷകരെ സിനിമ തിരിച്ച് സപ്പോർട്ട് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നതിനുള്ള വലിയ എക്സാമ്പിളാണ് ഇത്. ചേച്ചിയുടെ ഒരു ആർട്ടിക്കിൾ ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചപ്പോൾ അതിനകത്ത് ചേച്ചി പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. അതായത് പണ്ട് എനിക്ക് വരുന്ന ക്യാരക്ടേഴ്സ് ചൂസ് ചെയ്യാനായിട്ട് അത്ര അറിയുന്നുണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ ഐ എം സ്ലോലി ലേണിങ് ഇറ്റ്, ഇപ്പോൾ ഐ എം നോ ഇറ്റ് എന്ന്. അപ്പം എങ്ങനെയായിരുന്നു ചേച്ചി ആ ഒരു ലേണിംഗ് പ്രോസസ്സ്? ട്രയൽ ആൻഡ് എറർ മെത്തേഡായിരുന്നു? അല്ല, അന്നും നല്ല തിരക്കഥകളും ഈ പറഞ്ഞ പോലെ ടീമുമാണ് എപ്പോഴും നോക്കിയിരുന്നത്. അന്ന് എങ്ങനെയാന്ന് പറഞ്ഞാൽ അതിങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. ഇപ്പോൾ ഒരു സിനിമ നല്ലത് വരുന്നു, അപ്പം ഞാൻ ഒരു സിനിമ ഞാൻ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനിടയിൽ മറ്റൊരു സിനിമ ഒന്നും ഞാൻ ചെയ്യില്ല സർ. അതൊരു 6 മാസമാണെങ്കിൽ ഞാനത് വെയിറ്റ് ചെയ്യും. ഓക്കെ, ഇതിൻ്റെ ഡേറ്റ് മാറിപ്പോയി. പക്ഷേ ഇപ്പം ഞാൻ അങ്ങനല്ല. നല്ല സിനിമകൾ വരുമ്പോഴത്തേക്ക് ഞാനത് മിസ് ചെയ്യില്ല. എനിക്ക് ഇഷ്ടപ്പെടുന്ന കഥകളൊക്കെ ആണെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും അത് മാനേജ് ചെയ്തിട്ട് ആ സിനിമകളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട്. മറ്റേ ഞാനൊരു സിനിമ ഷൂട്ട് സമയത്ത് തുടങ്ങിയില്ലെങ്കിൽ ഞാൻ അതിനുവേണ്ടി 1 വർഷമൊക്കെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ വരുന്ന സിനിമകളെല്ലാം ഞാനിങ്ങനെ ചിലപ്പോൾ എനിക്ക് എൻ്റെ ലൈഫിൽ കിട്ടാവുന്നുള്ള ഏറ്റവും ബെസ്റ്റ് റോൾസ് ആയിരിക്കും, ഞാനത് വിടുമായിരുന്നു. അപ്പോൾ അതെനിക്ക് അറിയില്ല എങ്ങനെയാണത് പിക്ക് ചെയ്യുക, മാനേജ് ചെയ്യുക എന്നുള്ള അറിയില്ല. പക്ഷെ ഇപ്പം ഞാനത് കൃത്യമായിട്ട് പഠിച്ചു വരുന്നു. ഇപ്പൊ ഡാം 999 അങ്ങനെ മിസ്സായി പോയൊരു സിനിമ ആയിരിക്കാം, മേ ബി അതിനൊരു ഭാഗമാകാം. പക്ഷെ തീർച്ചയായിട്ടും ഇനി സാറ് കുടുംബത്തിന്റെ ഭാഗമാണല്ലോ. അതെ, അതേപോലെ മിസ്സായി പോയ വേറെ ഏതെങ്കിലും ഒരുപാട് സിനിമകളുണ്ട്. ഒരു എക്സാമ്പിൾ എക്സാമ്പിൾ വേണ്ട കാര്യം. അങ്ങനെ പറഞ്ഞാൽ ഇവിടുത്തെ വിജയ സിനിമകളിൽ ഒരുപാട് വലിയ സംവിധായകർ, ആക്ടേഴ്സിന്റെ ഒക്കെ ഒത്തിരി സിനിമകൾ അങ്ങനെ മിസ്സായിട്ടുണ്ട്. പക്ഷെ അതൊന്നും പിന്നീട് നമ്മൾ ആലോചിച്ചത് മിസ്സായല്ലോ എന്ന് നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല. അതിന് റിഗ്രറ്റ് ഇല്ല ചേച്ചിക്ക്? അല്ല, അങ്ങനെയില്ല. നമ്മളൊരു ടൈമിൽ എടുക്കുന്ന ഒരു ഡിസിഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു സർക്കംസ്റ്റാൻസ് വെച്ചിട്ട് കറക്റ്റ് ആയിരിക്കും. അത് പിന്നീട് റൈറ്റ് ആയിരുന്നോ റോങ് ആയിരുന്നോ എന്ന് നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ല. ആ സമയത്ത് അത് റൈറ്റ് ആയിരുന്നു. നമ്മൾ മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്. സോഹൻ സാറാണ് ഇത് ഡയറക്റ്റ് ചെയ്ത്. ഐ എം ടോക്കിംഗ് അബൌട്ട് ഡാം 999. ഇപ്പം വയനാടിൻ്റെ ഈ ഒരു ഇഷ്യൂ കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇനി വിരൽ ചൂണ്ടുന്നത് ആ ഒരു ടോപ്പിക്കിലേക്കാണ്. ആൻഡ് ന്യൂസുകളിലായാൽ പോലും ഈ ഒരു ന്യൂസ് ഡിസ്കസ് ചെയ്യുമ്പോൾ കാണിക്കുന്ന വിഷ്വൽസ് കൂടി ആ സിനിമ എന്നുള്ളതാണ്. അപ്പം ആ സിനിമ റിലീസായത് 2011 ആ ഒരു സമയത്തായിരുന്നു. അന്ന് എവിടെ നിന്നാണ് സാറിന് ഈ ഒരു തോട്ട് കിട്ടിയത്? ലൈക്ക് സംഭവം ഇൻ ടോക്കായിരുന്നു, പക്ഷെ അത് ഒരു സിനിമയാക്കണം എന്നുള്ള ഒരു ആശയം? ഇല്ല, സാധാരണ ഇപ്പോൾ സിനിമകൾ ചെയ്യാൻ ഇവിടെ ഒരുപാട് സംവിധായകരുണ്ട്. ഞാനൊരു ഫുൾ ടൈം ഫിലിം മേക്കറല്ല, എൻ്റെ ഒരു പാഷൻ്റെ പുറത്ത് വന്നതാണ്. ഞാൻ ബേസിക്കലി ഒരു ഷിപ്പ് ഡിസൈനറാണ് ആക്ച്വലി. പക്ഷെ അത് ചെയ്യുമ്പോൾ ഒരു വ്യത്യസ്തമായ മൂവി ചെയ്യണം, പക്ഷെ അത് യുണീക്ക് ആയിരിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഹോളിവുഡ് ഫോർമാറ്റിൽ അതിനെ കൊണ്ടുപോയതും. സബ്ജക്റ്റ് നോക്കിയപ്പോൾ ഒരു മുല്ലപ്പെരിയാർ ഇഷ്യൂ മാത്രമല്ല, ആക്ച്വലി ഈ ഡാം എന്ന് പറയുന്നത് ലോകം മുഴുവൻ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. അതുകൊണ്ടാണ് ആ സബ്ജക്റ്റ് സെലക്ട് ചെയ്യുന്നത്. പക്ഷേ അന്നത്തെ വെച്ചാൽ ടെക്നോളജി ട്രാൻസ്ഫോം ചെയ്യുന്നൊരു പീരീഡാണ്. അതായത് ഞങ്ങൾ ഷൂട്ട് ചെയ്തത് ഫിലിമിലാണ്, പക്ഷേ അത് പ്രോസസ്സ് ചെയ്തത് ഡിജിറ്റലായിട്ടാണ്. 4K സ്കാൻ ചെയ്ത ആദ്യത്തെ പ്രോജക്റ്റാണ് ആക്ച്വലി. പക്ഷേ ഇന്ന് സിനിമയെല്ലാം മാറി. അതുകൊണ്ട് തന്നെ ഞങ്ങളത് റിലീസ് ചെയ്യാണ്. അടുത്ത 20-ാം തീയതി ഡാം 999 വീണ്ടും റിലീസ് ചെയ്യാണ് വിത്ത് 4K ക്വാളിറ്റി, വിത്ത് അറ്റ്മോസ് എല്ലാം ആയിട്ട്. നമ്മൾ 3D ആയിട്ടല്ലേ? 3Dയിൽ നമ്മൾ 2Dയിൽ തന്നെ റിലീസ് ചെയ്യാണ്. മലയാളം കാര്യം ഇത്തവണ വെച്ചാൽ ഇത് ഒരു മലയാളികളെ ഉദ്ദേശിച്ചാണ്. ഡാം 999 അന്ന് നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ആക്ച്വലി ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് 5 ലാംഗ്വേജിലേക്ക് ഒരു മൂവി. ഇപ്പം ബാഹുബലി പോലും 4 ലാംഗ്വേജിലാണ് വന്നത്. അന്ന് 5 ലാംഗ്വേജ് ചെയ്തതാണ്. പക്ഷെ ഇപ്പം നമ്മൾ വെച്ചാൽ ഇതൊരു അവയർനെസ്സിന് വേണ്ടിയാണ്. കാര്യം മുല്ലപ്പെരിയാർ വീണ്ടും ഒരു ചൂട് പിടിച്ച സമയത്ത് മലയാളികൾക്ക് കുറച്ചുകൂടെ അവയർനെസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് അതിൻ്റെ മലയാളം വേഷം. കാര്യം അന്ന് ഞങ്ങൾ റിലീസ് ചെയ്തത് ആക്ച്വലി ഇംഗ്ലീഷിലായിരുന്നു. മിക്കവാറും കേരളത്തിലുള്ള മിക്കവാറും എല്ലാ തിയേറ്ററിലും ഇംഗ്ലീഷിലായിരുന്നു. അപ്പോൾ മലയാളികൾ മിക്കവാറും ഏറ്റവും കൂടുതൽ മലയാളികൾ കണ്ട ഇംഗ്ലീഷ് സിനിമ ഒരുപക്ഷെ അതായിരിക്കും. അതിനെ കാര്യം മലയാളം ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവുമല്ലോ. അപ്പോൾ മലയാളം വേർഷനിൽ തന്നെ കേരളത്തിൽ മൊത്തം അത് കാണിക്കാനുള്ളൊരു ഇതാണ് ചെയ്യുന്നത്. അത് കാര്യം ശരിക്കും ഇന്നും മുല്ലപ്പെരിയാറിൻ്റെ ഒരു ഇഷ്യൂ വരുമ്പോൾ ആദ്യം കാണിക്കുന്നത് അതിലെ വിഷ്വൽസാണ്. അതെ. പക്ഷെ അന്ന് ഞാനൊക്കെ ഇപ്പോൾ ആലോചിക്കുമ്പോൾ എന്ത് ബുദ്ധിമുട്ടിയാണ് അന്നത്തെ ഒരു
വാട്ടർ ഗ്രാഫിക്സ് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ചെയ്യുന്നതെന്നാണ്. ഇന്നിപ്പോൾ കൊച്ചു കുട്ടികൾക്ക് വരെ വാട്ടർ ഗ്രാഫിക്സ് ചെയ്യാൻ പറ്റും. ടെക്നോളജി സോ ചേഞ്ച്. അന്ന് നമ്മൾ വാട്ടർ ഗ്രാഫിക്സ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ മിനിയേച്ചർ ചെയ്ത് അതിനെ പിന്നെ ഗ്രാഫിക്സുമായിട്ട് കോമ്പസിറ്റ് ചെയ്തൊക്കെ ചെയ്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. 1.5 വർഷം എടുത്ത് അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ തന്നെ ചെയ്യാൻ വേണ്ടി. എത്രയോ ഒരു 10 സെക്കൻഡിൻ്റെ ഒരു വാട്ടർ ഗ്രാഫിക്സിൻ്റെ ഷോട്ട് ഞാൻ ഇടയ്ക്ക് ചെയ്യാൻ വേണ്ടി, അതായത് ലാൻഡ് സ്ലൈഡ് വരുന്നൊരു ഷോട്ട് ചെയ്യാൻ വേണ്ടി 3 കമ്പനിയെ അപ്രോച്ച് ചെയ്തിട്ടാണ്. 3 കമ്പനിയെ കൊണ്ട് ചെയ്യിച്ചിട്ട് അവസാനം 3 റിജക്റ്റ് ആയ ഒരു കേസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ മാറിയിട്ട് ഇപ്പം എങ്കിലും നന്നായിട്ട് ആ പ്രോഡക്റ്റ് വന്ന് ഒന്നുകൂടെ ഒന്ന് റിലീസ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ 4K ക്വാളിറ്റിയിൽ കാര്യം അന്ന് 4Kയിൽ ഞങ്ങൾ സ്കാൻ ചെയ്തിട്ട് അവസാനം 2Kയിലാണ് പോസ്റ്റ് പ്രൊഡക്ഷൻ ചെയ്തത്. പക്ഷെ അത് വീണ്ടും 4Kയിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്ക് ഇന്നിപ്പോൾ കേരളം മുഴുവൻ 4K സ്ക്രീൻസ് വന്നു കഴിഞ്ഞു. അപ്പം 4Kയിൽ കാണുമ്പോൾ അതിൻ്റെതായ ഒരു വ്യത്യാസം ഫീൽ ചെയ്യും. സോ അരുൺ ചേട്ടൻ്റെ ഡെബ്യൂ ഫിലിമാണ് കർണിക. അപ്പം എന്തുകൊണ്ടാണ് ഇത് സാർ നേരത്തെ പറയണത് ഈ ഒരു ജോണറിലുള്ള സിനിമകൾ മലയാളത്തിൽ ഭയങ്കര കുറവാണെന്ന്. അപ്പം കൈൻഡ് ഓഫ് ഒരു ചാലഞ്ചും കൂടെയാണ് അങ്ങനെ ഒരു ജോണർ എടുത്ത് അത് വർക്കൗട്ട് ചെയ്യിച്ച് അത് സക്സസ് ആക്കി എടുക്കുക എന്നുള്ളത്. അപ്പം ഡെബ്യൂ ഫിലിം തന്നെ അങ്ങനെ ഒരു ജോണർ സെലക്ട് ചെയ്യാനുള്ള കാരണം? ഡെബ്യൂ ഫിലിം എന്നല്ല, ഡെബ്യൂ ഷോർട്ട് ഫിലിം ഇങ്ങനെ നമ്മൾ ചെയ്തത്. അത് നമ്മളൊരു പാട്ടാണ് കമ്പോസ് ചെയ്തത്. ഞാനൊരു വേറെ ഷോർട്ട് ഫിലിമിന് വേണ്ടി കമ്പോസ് ചെയ്തൊരു പാട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ട്യൂൺ വെച്ചിട്ട് ആ ട്യൂൺ മിസ്റ്ററി ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചുമ്മാ ഇരുന്നപ്പോൾ ചിന്തിച്ചു ഇതൊരു കഥ പോലെ ആക്കിയാലോ. അപ്പോൾ ആദ്യം ചിന്തിച്ചത് വേറെ രീതിയിലാണ്. അപ്പം അങ്ങനെ ഡെവലപ്പ് വന്നിട്ട് 3 പാട്ടുള്ള ഷോർട്ട് ഫിലിമായിരുന്നു. അപ്പോൾ അതാണ് സാറിന് ഇഷ്ടപ്പെടാനുള്ള മെയിൻ റീസൺ പാട്ടാണ്. സാറ് പാട്ടിൻ്റെ ഭയങ്കര ഒരു ഫാനാണ്. അപ്പോൾ ഞാനും സാറിനെ കാണാൻ പോയപ്പോഴത്തേന് സാറിങ്ങനെ ആസ്വദിച്ച് കാണുമ്പം പാട്ട് മൊത്തം ഇങ്ങനെ തലയാട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ അടുത്ത് സാലിയ സെറ്റായി സാർ ഓക്കെ ആകുന്നുണ്ട്. പാട്ട് സാറ് വീണു. ഞാൻ പറഞ്ഞ ആ പാട്ട് തന്നെയാണ് സാറ് ഭയങ്കര ഇഷ്ടമായിരുന്നു സാറിന് ആ പാട്ട്. അപ്പം സാറ് പറഞ്ഞു നിങ്ങളിത് മുമ്പോട്ട് കൊണ്ടുപോകും, ഒരു സീനിയർ ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് ഈ ആർട്ടിസ്റ്റിനെ കീപ്പ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് വെക്കും, എന്നിട്ട് ഒരു സിനിമ ഡെവലപ്പ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്തപ്പോഴും ഹൊറർ മാത്രം വെച്ച് കഴിഞ്ഞാലൊരു സുഖം വരില്ല. അപ്പോൾ അത് നമ്മളതിനകത്തൊരു ഇൻവെസ്റ്റിഗേഷൻ റൂട്ടൂടെ കയറ്റി, അതൊരു ഫാൻറ്റസി കയറ്റി. ഫാൻറ്റസി 2 ടൈപ്സ് ഇൻവെസ്റ്റിഗേഷൻ കയറ്റി. മൊത്തത്തിൽ ആ ഒരു മെയിൻലി ഇതിനെ കാണുമ്പോൾ സസ്പെൻസ് ത്രില്ലറാണ്. അതിനകത്തൊരു ഹൊറർ ഉണ്ടെന്നല്ല, ഹൊറർ ഉണ്ട്. പക്ഷേ ആ ഹൊറർ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലത്തെ വേറെ ഒരു ടൈപ്പ് ഹൊററാണ്. ലൈക്ക് ഒരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഹൊറർ മൂഡാണ്. പിന്നെ പറയാനുള്ളതാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ഇപ്പം സാർ ഇത് പ്രീവിയസ് സാറ് കണ്ടെന്ന് എന്നെ വിളിച്ച് പറഞ്ഞാൽ അരുണ അറ്റ്മോസ്ഫിയറാണ് പറഞ്ഞത്. എന്തായാലും സാധാരണ ഒരുപാട് ഒരിക്കലും ആ അറ്റ്മോസ്ഫിയർ പറയത്തില്ലല്ലോ. അപ്പോൾ അത് സൗണ്ട് എഫക്ട്സ് അത്ര ഇമ്പോർട്ടൻസ് ആണ്. സാറിന് അത് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് അത് അറ്റ്മോസ് ചെയ്തത്. സാറത് ഒരുപാട് അഭിപ്രായം പറഞ്ഞായിരുന്നു അതിനകത്ത് വേണ്ടി. അപ്പോൾ അങ്ങനെ ഒരു ഷോർട്ട് ഫിലിം ആക്കി പ്ലാൻ ചെയ്തത് ഇത്രയും വലിയൊരു സിനിമയായി കാണുന്നതിൽ നമുക്ക് സന്തോഷം. അപ്പോൾ ഇതിൽ മ്യൂസിക് ചെയ്യാനുള്ള ഒരു മ്യൂസിക് ഡയറക്ടർ ആവാനുള്ളൊരു ഡിസിഷൻ? നമ്മളിപ്പോൾ വേറെ മ്യൂസിക് ഡയറക്ടർ വെക്കുവാണെങ്കിൽ സാധാരണ സംഭവിക്കുന്ന ഡയറക്ടർ പോയി കഥ എക്സ്പ്ലെയിൻ ചെയ്യണം. എനിക്ക് തന്നെ ഞാൻ തന്നെ കഥ എഴുതുമ്പോൾ ഞാൻ തന്നെ സിറ്റുവേഷൻ ചെയ്യും, ഞാൻ തന്നെ കമ്പോസ് ചെയ്യും. ആ മൂഡ് കിട്ടും. പിന്നെ ഒരു ടിപ്പിക്കൽ ടോൺ വേണം, മിസ്റ്ററി ടോൺ വേണം. ഇപ്പോൾ സാറിൻ്റെ പാട്ടാണെങ്കിലും കൃത്യ മനസ്സിലാവും, മിസ്റ്ററിയാണ്, ടോണിൻ്റെ കേട്ട മിസ്റ്ററിയാണ്. അപ്പം ഡയറക്ടർക്കെല്ലാം അറിയത്തുള്ളൂ, എഴുതുന്നാക്കല്ലേ അറിയുള്ളൂ ഏതാ മൂഡ് വേണ്ടെന്ന്. അപ്പം ഞാൻ വേറെ ആൾ എക്സ്പ്ലെയിൻ ആവശ്യമില്ല, എനിക്ക് തന്നെ അറിയാം, ഞാൻ അങ്ങനെ ചെയ്തു. ഇവിടെ ആക്ച്വലി ഇൻ്റർവ്യൂവിൻ്റെ തുടക്കം സാറിന് ഇൻട്രൊഡക്ഷൻ കൊടുത്തപ്പോഴത്തേക്കും ഞാൻ ഡയറക്ടർ, പ്രൊഡ്യൂസർ എന്നൊക്കെ പറഞ്ഞു. അപ്പം അതിൻ്റെ കൂടെ ചേർക്കാനുള്ളൊരു കാര്യമാണ് യുനോ ഒരു ഓൺടർപ്രണറാണ്, ഒരു സക്സസ്ഫുൾ ഓൺടർപ്രണർ, പ്ലസ് ഇതിനകത്തൊരു ലിറിസിസ്റ്റ് കൂടിയിട്ടായിരിക്കുകയാണ്. ആ ഒരു ഡിസിഷനിലേക്ക് സാർ എങ്ങനെയാണ് എത്തിയത്? ഓക്കെ, ഐ മാനേജ് ദിസ് ഓൾസോ എന്ന്. ഇല്ല, ഞാൻ ആക്ച്വലി സാറിനാണ് കാവ്യം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മലയാളത്തിലല്ല, ഇന്ത്യയിൽ വേൾഡ് റെക്കോർഡ് ഇട്ടേക്കുന്ന എഴുത്തുകാർ എന്താണ് കവി എന്ന് പറഞ്ഞ ഞാനാണ്. ആണോ? എവരി ഡേ ഒരു സോങ് വെച്ച് എഴുതി 1001 സോങ് ആയപ്പം വേൾഡ് റെക്കോർഡ് കിട്ടി. ഇപ്പൊ അത് പുസ്തകമായില്ലേ, അതൊക്കെ കഴിഞ്ഞ് ഇപ്പൊ 2700 കഴിഞ്ഞു ആക്ച്വലി. അപ്പോൾ എൻ്റെ വേൾഡ് റെക്കോർഡിന് തകർക്കണമെങ്കിൽ ആദ്യം ഞാൻ എഴുതി നിർത്തണം, പിന്നെ ആരെങ്കിലും ഒരു 5-6 വർഷം 7 വർഷം എഴുതണം. അപ്പം ആക്ച്വലി എൻ്റെ ഒരു 100ഓളം സോങ്സ് ആൽബമായിട്ട് സിനിമയിലും വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് ഓസ്കാറിലേക്ക്, മെയിൻ സ്ട്രീം ഓസ്കാറിലേക്ക് പോയ 3 സോങ് എൻ്റെയാണ് ആക്ച്വലി. ഈവൻ എ ആർ റഹ്മാൻ്റെ സോങ് പോയതുപോലും ഇന്ത്യയിൽ നിന്നല്ല ആക്ച്വലി, അത് ഡാനി ബോയിലിൻ്റെ മൂവി വഴി പോയേക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് മെയിൻ സ്ട്രീമിൽ പോയ 3 സോങ്, ഡാം ട്രിപ്പിൾ നൈനുള്ളത് 3 ഞാൻ എഴുതിയത്. അപ്പം പക്ഷേ ഞാൻ നോട്ട് എ ഫുൾ ടൈം റൈറ്റർ അല്ല. അപ്പം ഇവരുടെ എഴുതിയ കൂട്ടത്തിൽ ഇപ്പം പ്രിയങ്ക ഇതിനെ സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ഞാനും ഒരു കാര്യം, എല്ലാം പുതുമുഖങ്ങളായി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇതില്ല. അതുകൊണ്ട് ഞാൻ ഐ ഓൾസോ കോൺട്രിബ്യൂട്ടഡ് 1 സോങ്.
അല്ല അപ്പം 1000 ഇത്രയും ദിവസങ്ങളിൽ ഇരുന്ന് 2700 ഇപ്പൊ അതങ്ങനെയായി. അപ്പൊ അല്ല അതിലെ രസം എന്താ അറിയോ, സാറിന്റെ മിക്കവാറും ഒക്കെ എനിക്ക് അത് കിട്ടാറുണ്ട്, ആ പാട്ട് കിട്ടാറുണ്ട്, വലിയ സന്തോഷമാണ്. അപ്പൊ നമ്മളുടെ ഈ കറണ്ട് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രത്യേക നമ്മുടെ ജീവിതവുമായിട്ട് അല്ലെങ്കിൽ മൊത്തത്തിൽ നടക്കുന്ന എന്തെങ്കിലും ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും ആ വരികൾ വരുന്നത്. ആ വരികൾ വരുമ്പോഴത്തേക്ക് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഇതിന് ഇങ്ങനെ ഒരു ആംഗിൾ ഉണ്ടല്ലേ, എന്തുകൊണ്ട് നമ്മൾ ചിന്തിച്ചില്ല. അപ്പൊ ഇത്രയും തിരക്കുകളുടെ ഇടയിൽ, അതായത് മാനേജിങ് ഏരീസ് ഗ്രൂപ്പ്, പിന്നെ സിനിമ പ്രൊഡക്ഷൻ, എഴുത്ത് പരിപാടികൾ, എല്ലാ ദിവസവും ഇങ്ങനെ പാട്ട് എഴുതാനായിട്ട് സാറിന് സമയം കിട്ടും. അതായത് നമുക്കൊക്കെ ഇത്രേ ചെയ്യാറുള്ളൂ, എന്നിട്ടും നമുക്കൊന്നിനും സമയം കിട്ടാറില്ല. ജാടയില്ല ഈ സമയമില്ല എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് 24 മണിക്കൂർ, എനിക്ക് 24 മണിക്കൂർ. ഞാൻ ഒരു 73 കമ്പനി മാനേജ് ചെയ്യുന്നുണ്ട്, 29 കൺട്രീസിൽ ഓഫീസുണ്ട്. പക്ഷേ എനിക്ക് സമയം ഇഷ്ടം പോലെ ഉണ്ട്. 24 മണിക്കൂറിന് വളരെ സിമ്പിളാണ്. അത് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ അറിയില്ല എന്നുള്ള പ്രശ്നമുണ്ട്. എനിക്ക് മാനേജ് ചെയ്യാൻ അറിയാം, നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ അറിയില്ല. ഇപ്പൊ ഈ സമയം സ്പെൻഡ് ചെയ്യുന്നതിന്റെ കാര്യം പറഞ്ഞപ്പോൾ, ചേച്ചി എത്ര തിരക്കുണ്ടെങ്കിലും ചേച്ചിയുടെ മകനോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യാനും, നിങ്ങളെന്തോ ഒരു ബാഡ്മിൻ്റനോ ഫുട്ബോളോ ഒക്കെ കളിക്കാനായിട്ട് ചേച്ചി ആളുടെ ഇഷ്ടത്തിനൊപ്പം ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്നുള്ളൊരു സംഭവം ഞാൻ വായിച്ചു. സാറ് പറഞ്ഞതുപോലെ തന്നെയാണ്. അതായത് നമ്മൾ എന്തിനെ പ്രയോറിറ്റൈസ് ചെയ്യുന്നു എന്നുള്ളതാണ്. നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മളതിനെ ഓരോ കാര്യങ്ങൾ കൃത്യമായിട്ട് ഇപ്പോൾ ഒരു ദിവസം നമ്മൾ തുടങ്ങുമ്പോഴത്തേക്ക് എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്തപ്പോൾ എൻ്റെ എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് എല്ലാ ദിവസവും ഞാൻ ജോലി ചെയ്യണം. പക്ഷേ ഞാൻ അഭിനയിച്ചില്ലെങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ ഒരു സിനിമ അഭിനയിക്കുമ്പോൾ മാത്രമല്ല, ഞാൻ 365 ഡേയ്സും എൻ്റെ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അത് കഥ കേൾക്കുന്നതായിരിക്കാം, അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ആയിരിക്കാം, അതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ടായിരിക്കാം, അത് ആലോചിക്കുന്നതായിരിക്കാം, വായനയായിരിക്കാം, എഴുത്തായിരിക്കാം. അപ്പം ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ ആ സമയം, അപ്പോൾ അതിൽ നിന്നാണ് ഞാനൊരു അമ്മയാണ്, ഞാൻ ഇപ്പോൾ ഒരു മകളാണ്. അപ്പോൾ എനിക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. എൻ്റെ ഹെൽത്ത് നോക്കണം, എൻ്റെ വർക്കൗട്ടുണ്ട്, എൻ്റെ പാഷനുണ്ട്, എന്നെ ഹാപ്പിയാക്കി വെക്കുന്നതുണ്ട്, എൻ്റെ റീഡിങ് ടൈമുണ്ട്. ഇതെല്ലാം ഒരു ദിവസം ഞാൻ തീരുന്നതിനനുസരിച്ച് അതങ്ങനെ മാനേജ് ചെയ്യുന്നതാണ്. യെസ്, ഐ തിങ്ക് ഇതെല്ലാം ഇറ്റ്സ് അബൌട്ട് മാനേജിങ് യുവർ ടൈം ആൻഡ് തിങ്സ് ടു ഡു എന്നുള്ളത്. എനിവേ ഭയങ്കര രസമായിരുന്നു നിങ്ങളോട് എല്ലാവരോടും സംസാരിച്ചിരിക്കാനായിട്ട്. കുറേ കാര്യങ്ങൾ എനിക്ക് ഈ ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ അപ്പാർട്ട് ഫ്രം മൂവീസ് ചോദിച്ചാലും എനിക്ക് കേൾക്കാനും ഇഷ്ടമാണ്, അത് പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതേപോലെ കുറേ കാര്യങ്ങളാണ് ഷെയർ ചെയ്തത് നമ്മളുമായിട്ട്. താങ്ക് യു സോ മച്ച്. ആൻഡ് ചേച്ചി റോള് തകർക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ വിഷ് ചെയ്യുകയാണ്. അപ്പം സർ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം ആൻഡ് ഗുഡ് വിഷ്. താങ്ക് യു. കൂടുതൽ സിനിമാ വിശേഷങ്ങളും അപ്ഡേറ്റ്സും ഒക്കെ ആയിട്ട് പുതിയൊരു എപ്പിസോഡിൽ കാണുന്നത് വരേക്കും ദിസ് ഇസ് മീനാക്ഷി സുധീർ സൈനിങ് ഓഫ് ഫ്രം സെല്ലുലോയിഡ്. ബൈ.